CPIM കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലും പിണറായി വിജയന് കടുത്ത വിമർശനം. പിണറായിയെ പ്രതിപക്ഷ നേതാവാക്കിയത് നൂറ്റാണ്ടിന്റെ മണ്ടത്തരമെന്നാണ് വിമർശനം. ഇത്തവണ പിണറായി മത്സരിച്ചില്ല എങ്കിൽ ഫലം മറ്റൊന്നായേനെ. സീറ്റ് പിടിച്ചെടുക്കാനെന്നുള്ള പേരിൽ KK ശൈലജയെ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ച് ജനങ്ങളെ പുച്ഛിച്ചുവെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. MV ഗോവിന്ദൻ ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും 100 പേരെങ്കിലും പാർട്ടിക്ക് എതിരാകുന്നുവെന്നാണ് കുറ്റപ്പെടുത്തൽ. ശരത് SS വിവരങ്ങൾ നൽകാനുണ്ട്. ശരത്ത്, ചെറിയ വിമർശനമല്ല, കടുത്ത വിമർശനമാണ്. അതായത് 4-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം വന്നതാണ്. ഇപ്പോൾ 2 ആഴ്ചയോളമാകാൻ പോകും. സെക്രട്ടറിക്കെതിരെയും പിണറായിക്കെതിരെയും ആഞ്ഞടിക്കുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് പോലും വന്ന് ജനങ്ങളോട് ഇതുവരെ സംസാരിച്ചിട്ട് പോലുമില്ല. പക്ഷേ യോഗങ്ങളിലെല്ലാം കടുത്ത വിമർശനമാണ്. കോഴിക്കോട് പക്ഷേ അതിരൂക്ഷ വിമർശനം അല്ലേ ശരത്ത്? ഷിയാസ്, റോഷ്നി, അത് തന്നെയാണ്. അതായത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പിണറായി വിജയനുമെതിരെ രൂക്ഷ വിമർശനം തന്നെയാണ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയിലും ഉയർന്നിരിക്കുന്നത്. അതായത് MV ഗോവിന്ദനും പിണറായി വിജയനും തന്നെയാണ് ഈ തോൽവിക്ക് പ്രധാന കാരണമെന്നുള്ളതാണ് ജില്ലാ സെക്രട്ടേറിയറ്റിലെയും ഒപ്പം ജില്ലാ കമ്മിറ്റിയിലെയും അംഗങ്ങൾ പ്രധാനമായും വിമർശനമായി മുന്നോട്ട് വെച്ചത്. അതായത് KK ശൈലജയെ മത്സരിപ്പിച്ചതിൽ തന്നെ ഇത്തരത്തിൽ പാർട്ടിക്ക് വലിയ വീഴ്ചയുണ്ടായി. KK ശൈലജയെ സീറ്റ് പിടിച്ചെടുക്കാൻ എന്ന പേരിലാണ് മത്സരിപ്പിച്ചത്. പക്ഷേ അത് ജനങ്ങളെ പുച്ഛിക്കുന്നതായിപ്പോയി എന്നുള്ളതാണ് ജില്ലാ കമ്മിറ്റിയിൽ പ്രധാനമായും ഉയർന്ന വിമർശനം. ഒപ്പം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ്റെ ഭാര്യയെ തളിപ്പറമ്പിൽ മത്സരിപ്പിച്ചു. KK ശൈലജയെ ഇത്തരത്തിൽ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ചു. ഇതൊക്കെ തന്നെ ജനങ്ങൾ വിലയിരുത്തി. അതൊക്കെ തന്നെ തിരിച്ചടിക്ക് പ്രധാന കാരണമായി എന്നുള്ളതാണ് ഇത്തരത്തിൽ വിമർശനമായി വന്നിട്ടുള്ളത്. ഒപ്പം പിണറായി വിജയൻ്റെ ശൈലിയും MV ഗോവിന്ദൻ്റെ ശൈലിയും അടക്കം തന്നെ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട്. അതായത് ഇത്തവണ പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കിയതിലടക്കം വലിയ വിമർശനമാണ്. നൂറ്റാണ്ടിൻ്റെ മണ്ടത്തരം എന്നുള്ളതാണ് അംഗങ്ങൾ വിമർശനമായി മുന്നോട്ട് വെച്ചത്. ഒപ്പം MV ഗോവിന്ദൻ ശൈലിയും വലിയ വിമർശനമാണ് ഉണ്ടായത്. മാധ്യമങ്ങളെ കാണുമ്പോൾ വളരെ പുച്ഛത്തോടെയാണ് MV ഗോവിന്ദൻ പെരുമാറിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ തവണ മാധ്യമങ്ങളെ കാണുമ്പോഴും 100 പേരെങ്കിലും പാർട്ടിക്ക് എതിരാകുന്ന സാഹചര്യമുണ്ടായി. അത്തരത്തിൽ സ്വഭാവ ശൈലിയിലും പെരുമാറ്റ ശൈലിയിലും ഒക്കെ തന്നെ അതിരൂക്ഷ വിമർശനം നേതാക്കൾക്കെതിരെ ഇന്നലെയും മെനഞ്ഞാന്നുമായി ഉണ്ടായ കമ്മിറ്റികളിൽ ഉണ്ടായി. ഇന്നിപ്പോൾ എന്തായാലും ജില്ലാ കമ്മിറ്റി തുടരുകയാണ്. ഇന്നും കൂടി ജില്ലാ കമ്മിറ്റിയുണ്ട്. കഴിഞ്ഞ ദിവസം സെക്രട്ടേറിയറ്റും ഇന്നലെ ജില്ലാ കമ്മിറ്റിയും ഇന്നും ജില്ലാ കമ്മിറ്റിയുമാണ്. എന്തായാലും ഇപ്പോൾ നേതാക്കൾക്കെതിരെ അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഉയർന്നിരിക്കുന്നത്. ഒപ്പം KK ശൈലജ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ തോൽക്കുന്ന സീറ്റിൽ മത്സരിപ്പിച്ചത് സംബന്ധിച്ചുള്ള വിമർശനവും ഈ കമ്മിറ്റിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. ശരി ശരത്ത്, അപ്പോൾ പത്തനംതിട്ട, കൊല്ലം, അതോടൊപ്പം എറണാകുളം, കണ്ണൂര്, കോഴിക്കോട് എല്ലാ ജില്ലാ കമ്മിറ്റികളിലും പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെതിരെയും മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും കടുത്ത ഭാഷയിലുള്ള വിമർശനങ്ങളാണ് ഉണ്ടാവുന്നത്.